ചട്ടലംഘനം നിരന്തരം നടത്തുന്ന ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബി അശോക് കുമാർ. അശോക് കുമാറിനെതിരായി വീണ്ടും ചട്ടലംഘനത്തിൻ്റെ പരാതികളാണ് എത്തുന്നത്. തനിക്കെതിരായ സസ്പെൻഷൻ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കില്ലെന്നും സസ്പെൻഷന് മതിയായ കാരണം ഉത്തരവിൽ ഇല്ലെന്നുമാണ് അശോക് കുമാർ പുതിയതായി പറയുന്നത്. അശോക് കുമാറിൻ്റെ വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കാം. അപ്പോൾ എന്നോട് ചോദിച്ചാൽ സിവിൽ സർവീസ് DA റൂൾ അനുസരിച്ച് സസ്പെൻഷൻ വാറണ്ട് ചെയ്യുന്ന ഒരു കോസ് ആ ഓർഡറിനകത്ത് മേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കോടതിയിലേക്ക് പോകാനോ ട്രിബ്യൂണലിലേക്ക് പോകാനോ ഉദ്ദേശിക്കുന്നില്ല. പല മാധ്യമങ്ങളിലും ഒരു ഉദ്യോഗസ്ഥൻ ജീവനക്കാരൻ എന്ന അർത്ഥത്തിൽ ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ ഉള്ള ഇടപെടലുകളാണ് സർക്കാരിനെതിരെ ബി അശോക് കുമാർ നടത്തി വന്നത്. നിരന്തരമായി സർക്കാരിനെതിരെ ആക്ഷേപം ഉന്നയിക്കുക, അത് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ എത്തി. അദ്ദേഹം ഒരു സാധാരണ അതിഥിയെപ്പോലെ എത്തി അങ്ങ് ആഞ്ഞടിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയമായ ഇരട്ടത്താപ്പ് ഈ വാക്കുകൾ കേട്ടാൽ ബോധ്യമാകും. അച്ചടക്ക ലംഘനത്തിന് സർക്കാർ നടപടി സ്വീകരിച്ച ബി അശോക് കുമാറിൻ്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ രൂക്ഷമായി അശോക് കുമാർ വിമർശിച്ചിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയെ വാനോളം വസ്തുതകൾ നിരത്തി വാനോളം പുകഴ്ത്തുകയായിരുന്നു അശോക് കുമാർ. അശോക് കുമാറിൻ്റെ ആ പഴയ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. Yeah, I would say that Pinarayi sir no ഒരുപാട് strength ഉണ്ട്. He is very good with big projects. So he want to do a very big thing, notwithstanding A, B, C, D's. ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അല്ലേ നാഷണൽ ഹൈവേയിൽ ചെയ്തിരിക്കുന്നത്. He is spectacular work with big projects. Follow up to Kochi Metro, follow up to your Kannur Airport. Commercial success അല്ല മനസ്സിലായി. But he has run into some headwinds also. But Adani Port. He is very good crisis manager, very good executor. ഇത് മുമ്പ് അശോക് കുമാർ പറഞ്ഞതാണ്. ഇപ്പോൾ ഷീജ സമഗ്ര വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, 2-3 ഘട്ടങ്ങളുണ്ട് ബി അശോക് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, സർക്കാർ വിരുദ്ധമായ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുള്ള വിരുദ്ധ നീക്കങ്ങൾ, അതിന് അദ്ദേഹം സസ്പെൻഷൻ നേരിടുന്നു. മാത്രമല്ല, മുമ്പ് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും, അതായത് പിണറായി വിജയനെ തന്നെ ഏറ്റവും വലിയ കാഴ്ചപ്പാടുള്ള ആളാണെന്ന് വസ്തുതകൾ നിരത്തി, അതായത് അദാനി വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ, വാട്ടർ മെട്രോയുടെ കാര്യത്തിൽ, മെട്രോയുടെ കാര്യത്തിൽ, എന്തിന് ദേശീയപാത പൂട്ടിപ്പോയ ദേശീയപാത തുറന്ന് ഈ തരത്തിലേക്കാകുന്നത് പിണറായി വിജയൻ്റെ ഒറ്റ കഴിവുകൊണ്ടാണ്. ഇതൊക്കെ അദ്ദേഹം വസ്തുതകൾ നിരത്തി പറയുന്നു. അങ്ങനെയുള്ള ആളാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ നിരന്തരം മാധ്യമങ്ങളിൽ വന്നിരുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ പറയുന്നത്. അതുകൊണ്ട് ആ രാഷ്ട്രീയ ഇരട്ടത്താപ്പും അദ്ദേഹത്തിൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, നിക്ഷിപ്ത താല്പര്യവും പുറത്തു വരികയാണ്. ഇപ്പോൾ വീണ്ടും ചട്ടലംഘനം നടത്തിയെന്ന വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ആദ്യം ചെയ്തുകൊണ്ട് ചീഫ് സെക്രട്ടറി ജയതിലക് ഉത്തരവിറക്കുന്നത്. ആ ഉത്തരവിൽ പറയുന്നത് എന്തിൻ്റെയൊക്കെ ലംഘനമാണ് എന്നുള്ളത് കൃത്യമായി പറയുന്നു. അതായത് ഓൾ ഇന്ത്യ സർവീസസിൻ്റെ 1968 നിയമത്തിൻ്റെ ചട്ടം 3(1)(7), അതോടൊപ്പം തന്നെ 7(2)(9) പ്രകാരം പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനം ബി അശോകിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് സർക്കാർ സർവീസിലിരിക്കെ സർക്കാരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മറ്റ് വകുപ്പുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരു തരത്തിലും പരസ്യമായിട്ടുള്ള പ്രസ്താവനകൾ, അതിപ്പോൾ മാധ്യമങ്ങളിലൂടെ ആകട്ടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ആകട്ടെ, അത്തരത്തിൽ നടത്താൻ പാടില്ല. മറ്റൊന്ന്, ഇതിന് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ നടത്തണമെങ്കിൽ അതിന് മുൻകൂട്ടി അനുമതി തേടണം. അത്തരത്തിൽ ഒരു അനുമതിയും ബി അശോക് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ചട്ടങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ലംഘനം ബി അശോകിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ തെളിവുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് നടപടി എടുത്തിരിക്കുന്നത് എന്നുള്ളത് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിലും വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഏത് കാരണത്താലാണോ അതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്ന ഒരു നടപടിയാണ് ഇന്ന് ബി അശോകിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വാർത്താ സമ്മേളനം വിളിച്ച് ദൃശ്യമാധ്യമങ്ങളിലൂടെ 1 മണിക്കൂറോളം സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിക്കെതിരെയും പരക്കെ ആക്ഷേപം ഉന്നയിക്കുന്നതാണ് നമുക്ക് കാണാൻ
സാധിച്ചത്. ഇതിനു മുൻപ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ച വ്യക്തി തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മറ്റ് ചില ബാഹ്യശക്തികളുടെ ഇടപെടലിന്റെ കൂടി അടിസ്ഥാനത്തിൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ രീതിയിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും സ്വാഭാവികമായും ഇത് തുടർ നടപടികൾ അതിന്റെ ഭാഗമായി ഉണ്ടാകും. സസ്പെൻഷൻ കാലയളവിലും ആ ചട്ടലംഘനം തുടർന്നു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയായി തന്നെയാണ് കാണുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടും കൂടുതൽ തുടർ നടപടികൾ ഇതിന്റെ തുടർച്ച എന്ന നിലയിൽ ഉണ്ടാകും. മറ്റൊരു കാര്യം ബി അശോകിനെ കുറിച്ച് എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ബി അശോകിന്റെ നിലപാടുകളിലെ വൈരുദ്ധ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ബി അശോക് KSEBയിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഈ രീതിയിൽ തന്നെ, അതായത് അദ്ദേഹം ഒരു ദൃശ്യമാധ്യമത്തിന് പ്രതികരണം നൽകി എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിയെടുത്ത വ്യക്തിയാണ് ബി അശോക് എന്ന് പറയുന്നത്. അപ്പോൾ ബി അശോകിന് കൃത്യമായിട്ട് അറിയാം എന്താണ് ഓൾ ഇന്ത്യ സർവീസസിലെ ചട്ടത്തിൽ പറയുന്നത് എന്നുള്ള കാര്യം. അതിൽ നടപടി എടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ സ്വന്തം കാര്യം വന്നപ്പോൾ അതിൽ താൻ അത്തരത്തിൽ തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്ത തെറ്റിനാണ് ഈ രീതിയിലുള്ളൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്ന നിലപാടുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ ഏറെ പ്രസക്തമാകുന്നുണ്ട്. അജിംഷാദ്.